അങ്ങനെ നമ്മുടെ ഭൂമിക്ക് 22 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഓർമ്മകളെല്ലാം ഒരൊറ്റ തവണ സൗഭാഗ്യപുരത്ത് കയറി ഇറങ്ങുമ്പോൾ എല്ലാ ഓർമ്മകളും പതിയെ 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 മനസ്സിലേക്ക് തിരിച്ചു വരുവാണ്. കുഞ്ഞിലെ അവിടെ നിന്ന് ഓടിക്കളിച്ചത്, തൻ്റെ അമ്മ തന്നെ എടുത്ത് കൊഞ്ചിക്കുന്നത്, ലാളിക്കുന്നത്, അമ്മ ചോറ് വാരി തരുന്നത് എല്ലാം ഭൂമിക്ക് മനസ്സിലേക്ക് വരുവാണ്. ഓർമ്മകൾ വന്നു തുടങ്ങുകയാണ്, ഓർമ്മകൾ കിട്ടിത്തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ അച്യുതൻ എല്ലാത്തിൽ നിന്നും ഭൂമിയെ അകറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ പഴയ നാട്ടിലേക്ക് പോവാം. ഇവിടെ നിൽക്കണ്ട, ഇവിടെ സേഫ് അല്ല, ഇനി നീ ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറയാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഭൂമിയെ ഞാൻ അവളുടെ യഥാർത്ഥ അവകാശികൾക്ക് വിട്ടുകൊടുക്കില്ല. എൻ്റെ മോളെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് നമ്മുടെ അച്യുതൻ എത്തുകയാണ്. ഭവാനിയുടെ മകൾ അഞ്ജനയും അതുപോലെ നമ്മുടെ അജയുമായിട്ടുള്ള കല്യാണം സൗഭാഗ്യ മുത്തശ്ശി നിർത്തിവെച്ചിരിക്കുകയാണ്. രാത്രി കള്ള് കുടിച്ചുകൊണ്ട് തെറിവിളയും കള്ളുകുപ്പി എറിഞ്ഞ് പൊട്ടിക്കലും ഒക്കെ ആയിട്ട് സൗഭാഗ്യപുരത്തിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിലല്ല അഞ്ജന എന്ന് പറഞ്ഞുകൊണ്ട് സൗഭാഗ്യ മുത്തശ്ശി നിർത്തിവെച്ചിരിക്കുകയാണ് അവരുടെ കല്യാണം. ഭവാനിയുടെ പ്ലാനുകൾ മൊത്തം പൊളിഞ്ഞു. ഭവാനി മോളുടെ ചകിടടിച്ച് പൊട്ടിക്കുകയാണ്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിന് ഒരേ ഒരു കാരണം നീയാണ് അഞ്ജന എന്ന് പറയുകയാണ്. മാത്രവുമല്ല, നമ്മുടെ ഭവാനിക്ക് മനസ്സിലാവുകയാണ് അച്യുതന്റെ കയ്യിലിരിക്കുന്ന മകൾ അതാരായാലും ആരാണ്, അഭിരാമിയാണെന്നുള്ള കാര്യം. അങ്ങനെ മൊത്തത്തിൽ കളറായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്ന്. എല്ലാവരുടെ ഭാഗത്തു നിന്നും ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ടെൻഷൻ. അങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ അജയുടെയും ഭൂമിയുടെയും ജൂൺ 23 എപ്പിസോഡ് 18 പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ഭൂമി പോയി വന്ന ഉടനെ തന്നെ നമ്മുടെ അച്ഛനോട് പറയുകയാണ്, സൗഭാഗ്യപുരത്തുനിന്ന് വന്ന വഴിക്ക് അച്ഛനെ വീട്ടിൽ വെച്ച് സംസാരിക്കാണല്ലോ, അത് താങ്ങായും തണലായും ആ വീട്ടിലെ ഓരോരുത്തർക്കും മറ്റൊരാളുണ്ട്. സൗഭാഗ്യപുരം വീട് പോലെ തന്നെ വേണമായിരുന്നു അച്ഛാ നമുക്കും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം വരുവാണ്. അപ്പൊ അച്ചുവേട്ടൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം ഇത് ഭൂമിയുടെ യഥാർത്ഥ വീടാണ്. ഭൂമി ആ വീടിനെ കുറിച്ചാണ് ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാതെ തന്നെ. അപ്പൊ അംബിക ചായ കൊണ്ട് വന്ന് അച്ചുവേട്ടന് ചായ കൊടുക്കാണ്. എന്താ മോളെ നിനക്ക് ചായ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി പറയാണ്, ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ തലച്ചോറൊക്കെ പുകയുന്നത് പോലത്തെ ഒരു റിയാക്ഷൻ ആയിരുന്നു. ആ വീട് മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. കുഞ്ഞിലെ എന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുക. പെട്ടെന്ന് അച്യുതം വീണ്ടും ഞെട്ടുന്നു. അച്യുതൻ ഒന്നാമത് ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമർ ആണ്. അപ്പൊ ഇത്രയും ടെൻഷൻ എടുത്ത് തലയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അച്യുതൻ ഞെട്ടലോടെ ഇല്ല മോളെ എന്ന് വിക്കലോടെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയാ അംബിക പറയുക, അത് നീ സ്വപ്നത്തിൽ പലതവണ പലതും കണ്ടിട്ടില്ലേ, സ്വപ്നത്തിൽ കണ്ടതും വല്ലതും ആയിരിക്കും. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, കുഞ്ഞിലെ ഞാൻ അവിടെ കളിച്ച് നടന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറയാണ്, ഇനി ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ മതി, നേരിട്ട് പോവണ്ട. ശരി അച്ഛാ, എല്ലാം അച്ഛൻ പറയുന്നത് പോലെ എന്ന് പറയാ. അപ്പൊ നമ്മുടെ അച്യുതന് യാതൊരു കാരണവശാലും ഭൂമിയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്കും സ്നേഹമാണ് തൻ്റെ വളർത്തുമകളാണെങ്കിൽ കൂടെ. അങ്ങനെ നമ്മുടെ ഭൂമി ചോദിക്കുക, അച്ഛന് ക്ഷീണമില്ലേ, അച്ഛൻ അവിടെ പോയി ഒരുപാട് നേരമൊക്കെ നിന്നതല്ലേ എന്ന് ചോദിക്കുക. അതെനിക്ക് ഇന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇന്നലെ നല്ല തലവേദനയും ഇടയ്ക്കിടയ്ക്ക് കാഴ്ചയുടെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്, വാർദ്ധക്യത്തിലോട്ട് വരുന്നതിൻ്റെ ഇതാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഭൂമി നേരെ വീടിനകത്തേക്ക് കയറുമ്പോഴും മനസ്സിൽ അച്ഛൻ്റെ സർജറി ഞാൻ എങ്ങനെ നടത്തും, എൻ്റെ മനസ്സിൽ ഒരു വഴിയും തെളിഞ്ഞു വരുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുവാണ്. പിന്നീട് രാത്രി നമ്മുടെ സൗഭാഗ്യപുരം വീടിൻ്റെ പുറത്ത് നിന്ന് ഭവാനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അച്യുതൻ എന്നെ കബളിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ അവൻ എന്നെ കബളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. നേരെ ഫോൺ എടുത്ത് കമാലിനെ വിളിക്കുന്നു. കമാലെ, അച്യുതന്റെ കാര്യം എന്തായി? അച്യുതൻ നമ്മളെ കബളിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. അവൻ ഇവിടെ സൗഭാഗ്യപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഏണി വീണതൊന്നും അല്ല, അച്യുതൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നെ കണ്ടപ്പോൾ അവൻ ഭയന്ന് ഓടി. എത്രയും വേഗം സത്യം കണ്ടുപിടിക്കണം. അവൻ്റെ കയ്യിലുള്ളത് അവൻ്റെ യഥാർത്ഥ മോളാണോ എന്ന് കണ്ടുപിടിക്കണം. അത് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കണം എന്ന് പറയാണ്. പിന്നീട് നമ്മുടെ ഭൂമിയുടെ വീട്, അച്യുതനും അംബികയും അതുപോലെ ഭൂമിയും കൂടി രാത്രി ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അച്യുതൻ ഇന്ന് ഭൂമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭൂമിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന് ഓരോ വറ്റായിട്ട് ഇങ്ങനെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയാണ് എല്ലാവരും കുടിക്കുന്നത്. അപ്പോഴത്തേക്കും അച്യുതൻ്റെ കഞ്ഞി ഇഷ്ടമായതുകൊണ്ടാണ് കഞ്ഞി വെച്ചതെന്ന് പറയാൻ അംബിക. അപ്പോഴത്തേക്കും ഭൂമി പറയണം, അച്ഛൻ്റെ കഞ്ഞി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞിട്ടും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല അച്ഛൻ. അച്യുതൻ ആ ഒരു ടെൻഷനിലിരിക്കും. അപ്പോൾ ഓരോരോ കോമഡികൾ പറഞ്ഞ് ഭൂമി എന്ത് ചെയ്യുക, മൂഡ്
മാറ്റാനായിട്ട് നോക്കുക. പക്ഷെ ഭൂമി വിചാരിക്കുന്നത് അസുഖത്തിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ അച്ഛന് വരുന്നുണ്ടെന്നാ. പക്ഷെ നമ്മുടെ അച്യുതന്റെ മനസ്സിൽ എന്താണ്? അച്യുതൻ അസുഖത്തെ കുറിച്ചൊന്നും അറിയില്ല. അച്യുതന്റെ ടെൻഷൻ ഭൂമി കൈവിട്ട് പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ അംബിക ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ തമാശകളും കളിച്ചിരികളും ഒക്കെ പറഞ്ഞുകൊണ്ട് അച്യുതൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടുന്നുണ്ട്, വീണ്ടും മൈൻഡ് മാറി ഇങ്ങനെ ചിന്തിക്കുന്നുമുണ്ട്. അപ്പോഴത്തേക്കും അച്യുതൻ പറയാണ്, എനിക്കൊരു പ്രശ്നമില്ല മോളെ, നിന്റെ അമ്മ എപ്പോഴും പറയാം ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ രോഗമൊന്നും വരത്തില്ലെന്ന്, അതല്ലേ എനിക്കൊരു രോഗവും വരാത്തത് എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി ഇങ്ങനെ വീണ്ടും ചിന്തിക്കുകയാണ്. ഇത്രയും നേരം അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഭൂമി ചിന്തിക്കുക അച്ഛൻ അസുഖമൊന്നും ഇല്ലെന്ന് അച്ഛൻ വിചാരിക്കുന്നു, പക്ഷെ അച്ഛൻ യഥാർത്ഥത്തിൽ ക്യാൻസർ ഉണ്ടല്ലോ എന്നിങ്ങനെ ഭൂമി ചിന്തിച്ച് വീണ്ടും എങ്ങനെ ഞാൻ കാശുണ്ടാക്കും, എങ്ങനെ സർജറി നടത്തും എന്നുള്ള ഓർമ്മ ഭൂമിയുടെ മനസ്സിലോട്ട് വരിക. അപ്പോഴത്തേക്കും അംബിക ചോദിക്കുക, മോളെ നീ സൗഭാഗ്യപുരത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എന്താ, വീടിന്റെ അകമൊക്കെ കണ്ടപ്പോൾ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? ഇല്ലമ്മേ, പക്ഷെ വീടിനകത്തൊരു ഫോട്ടോയിൽ ഒരു സുന്ദരി കുട്ടി ഉണ്ടായിരുന്നു, ഒരു 2.5 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി, അവിടുത്തെ സത്യൻ സാറിന്റെ ഭാര്യയും മകളും നഷ്ടപ്പെട്ടതായിരുന്നു അമ്മേ എന്നിങ്ങനെ പറയാ. വീണ്ടും അച്യുതൻ അത് കേൾക്കുമ്പോൾ തലയ്ക്ക് വീണ്ടും പെരുത്ത് കയറുവാണ്. കാരണം ഓരോരോ കാര്യങ്ങൾ ഭൂമി ഇങ്ങനെ പറയുമ്പോൾ ഭൂമിയുടെ യഥാർത്ഥ കഥ തന്നെയാണ് പറയുന്നതെന്നുള്ള കാര്യം അച്യുതന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ പെട്ടെന്ന് അച്യുതൻ എടുത്ത വായാലും നമുക്ക് നാട്ടിലേക്ക് പോവാം കേട്ടോ എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും ഭൂമി പറയാണ്, അതെങ്ങനെ അച്ഛാ ഒറ്റയ്ക്ക് നമുക്ക് പോകാൻ പറ്റുന്നേ, ഒറ്റയടിക്ക് പോകാൻ പറ്റുന്നേ, അച്ഛന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, പക്ഷേ നമ്മുടെ കോഫി ഹൗസൊക്കെ ഇപ്പം നമ്മൾ തുടങ്ങിയത് സെറ്റായി വരുന്നതല്ലേ ഉള്ളൂ, ലോണുണ്ട്, അത് മാത്രമല്ല എനിക്കൊരു വലിയ സംഖ്യ ഉണ്ടാക്കണം, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം, അച്ഛൻ സമാധാനിക്കുക, ശരി എന്ന് പറഞ്ഞ് കഞ്ഞി കുടിച്ച് തീർക്കാതെ അച്യുതൻ എഴുന്നേക്കുക. അപ്പൊ അംബിക പറയാ മൊത്തം കുടിക്കാൻ, കേൾക്കണില്ല. വീണ്ടും നമ്മുടെ ഭൂമിയും കഞ്ഞി അവിടെ ബാക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അമ്മ ഇനി ഒന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട അമ്മ, അച്ഛൻ അവിടെ വേറെ എന്തെങ്കിലും ടെൻഷൻ കാണും എന്നിങ്ങനെ ഭൂമി പറയുവാണ്. പിന്നീട് ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരം വീട്ടില് റൂമിനകത്തിരുന്ന് കള്ളുകുപ്പി പൊട്ടിച്ച് കുടിച്ച് ആകെ വയലന്റ് ആയിരിക്കുകയാണ് അഞ്ജനയുടെ കരണക്കുറ്റിക്ക് നമ്മുടെ എന്താ പറയുക ഭൂമി അടിച്ചത് ആലോചിച്ച് ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ആൽഫ്രഡ് അഞ്ജനയോട് പറഞ്ഞ കാര്യവും അഞ്ജനയ്ക്ക് ഓർമ്മ വരികയാണ്, അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ കാര്യവും ഓർമ്മ വരികയാണ്. എന്നിട്ട് അഞ്ജന പറയണം, ആ ഒരു തെരുവ് പെണ്ണ് അവളെ ഞാൻ വിടില്ല എന്നിങ്ങനെ, ഐ ആം ഇൻ എ റിച്ച് ഫാമിലി എന്ന് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭവാനി അങ്ങോട്ട് വരുവാണ്. എന്താടി നീ കാണിക്കുന്നത്, നീ ഒന്ന് പതുക്കെ പറ, നീ പുറത്ത് എല്ലാവരും ഇത് കേൾക്കും. അപ്പോഴാണ് ഭവാനി എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള കള്ളുകുപ്പി കാണുന്നത്. ഇതൊക്കെ എന്നാടി തുടങ്ങിയത്, നീ ഡൽഹിയിൽ പോയിട്ട് വന്നപ്പോൾ ഉള്ള പുതിയ ശീലങ്ങളാണോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും അഞ്ജന പറയുകയാണ്, ഒന്ന് എന്നെ വിട്, സ്റ്റോപ്പ്, എനിക്കൊന്നും കേൾക്കണ്ട, ഷട്ടപ്പ്, അവനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പൊ അത് അവൾ, ആ തെരുവ് പെണ്ണ് ആര്, ഭൂമിയോ എന്നിങ്ങനെ പറയുക. അവളാ ഭൂമി, അവളെ മുത്തശ്ശി താലോലിക്കാൻ പോകുന്നു, കിളവിക്ക് വേറെ ഒരു പണിയും ഇല്ലേ നിങ്ങൾ ചോദിക്കുക. അപ്പോഴത്തേക്കും ഭവാൻ ഒന്നും മിണ്ടല്ലേ എന്ന് പറഞ്ഞിങ്ങനെ വായിൽ കൈവയ്ക്കുക. അപ്പോഴത്തേക്ക് അമ്മ ഒന്ന് പോയേ, അവൾ എന്നെ തല്ലി, അജയ് കണ്ടോണ്ട് നിന്നിട്ട് പോലും ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെയുള്ളവൻ എന്നെ കല്യാണം കഴിഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുവോ എന്നിങ്ങനെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ പൊന്നുമോളെ നീ ഒന്ന് അടങ്ങ്, നിന്റെ ശത്രു ഭൂമിയല്ല, നമുക്ക് ഈ വീട്ടിൽ അധികാരം പിടിക്കണം, അതിനുവേണ്ടി ഞാൻ പറയുന്നത് നീ അനുസരിക്കും, ഷട്ടം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ദേഷ്യത്തിൽ നമ്മുടെ കള്ളുകുപ്പി കുടിച്ചിട്ട് ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കുകയാണ് അഞ്ജന. ഈ ശബ്ദം കേട്ടുകൊണ്ട് മുത്തശ്ശിയും സംഗീതയും മാധവനും കൂടെ അങ്ങോട്ട് വരുന്നു. അപ്പം തന്നെ നമ്മുടെ അഞ്ജന ബോധം കെട്ട് കട്ടിലോട്ട് മലന്ന് വീഴുകയാണ്. വന്നുടനെ തന്നെ സൗഭാഗ്യ മുത്തശ്ശി, എന്ന് മുതലാ നിന്റെ മോളെ ഈ ശീലം തുടങ്ങിയത് ഭവാനി? അപ്പൊ ഭവാനി പറയാണ്, എനിക്കറിയില്ലമ്മേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം, അവളെ എഴുന്നേക്കട്ടെ. അപ്പൊ സൗഭാഗ്യ മുത്തശ്ശി പറയണം, നീ നിന്റെ മോളെ വളർത്തിയതിന്റെ ഗുണമാണ് ഈ കാണുന്നത്, പിന്നെ നിനക്കും നിന്റെ മകൾക്കും അധികാരമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ കൊച്ചുമോനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കാന്ന് തീരുമാനിച്ചത്. നാളെ ഒരു സമയത്ത് അജയ് എന്നോട് ചോദിക്കും, ഇതുപോലെ ഒരുത്തിയാണോ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്, അതുകൊണ്ട് ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒന്നും കൂടി വേണമെന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും എന്നിങ്ങനെ പറയാ. വാ നമുക്ക് പോവാ എന്ന് പറയുകയാണ് സംഗീതയോട് മാധവനോട്. അപ്പം മാധവൻ കള്ളുകുപ്പി നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം നിൽക്കുക. മുത്തശ്ശി പറയണം, എന്താ മാധവ, നിനക്ക് വേണോ കള്ളുകുപ്പി? വേണമെങ്കിൽ നീ അത് എടുത്തോണ്ട് ഇവിടുത്തെ ഗേറ്റിന്റെ പുറത്തു പോകാനുള്ള വഴി അറിയാലോ, പൊയ്ക്കോ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് അപ്പം നമ്മുടെ ഭവാനി പ്ലാനുകൾ മൊത്തം പൊളിഞ്ഞല്ലോ ഈ തരികിട പെണ്ണ് കാരണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മുടെ സുമിത്രയും അഭിരാമി, 2.5 വയസ്സുള്ള അഭിരാമിയെ കൊഞ്ചിക്കുന്നതെല്ലാം നമ്മുടെ ഭൂമി സ്വപ്നത്തിലൂടെ കാണുവാണ്. എന്നിട്ട് ഞെട്ടലോടെ എഴുന്നേറ്റിട്ട് സത്യൻ സാറിന്റെ വൈഫിനെയും മോളെയാണല്ലോ ഞാൻ കണ്ടത്, ഇന്നവിടെ പോയതുകൊണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചിന്തിക്കുക. പിന്നീട് നമ്മുടെ അഞ്ജന രാവിലെ ഉറക്കത്തിൽ കിടക്കുവാണ്, ബോധമൊക്കെ ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഓടിച്ചത് നമ്മുടെ ഭവാനി തട്ടി വിളിക്കുന്നുണ്ട്, അഞ്ജന എഴുന്നേറ്റ്, എന്താ അമ്മ ഈ രാവിലെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അടിച്ച് പുകയ്ക്കുകയാണ് ഭവാനി അഞ്ജനയുടെ. കാരണം നീ ഇന്നലെ എന്ത് ഷോ ആയിരുന്നു നീ കാണിച്ചത്, എന്ത് അനാവശ്യം നീ ഇന്നലെ കാണിച്ചത് നിനക്കറിയാവോ, എല്ലാവരും കണ്ടു എന്നിങ്ങനെ പറയാ. എന്താ അമ്മയെ കാണിച്ചു, എനിക്കൊന്നും ഓർമ്മയില്ല. എല്ലാവരും നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നതാ, എവിടെ നാടി നിനക്ക് മദ്യം ഇവിടെ ഉണ്ടായിരുന്നോ, അതോ നീ ആരാടി നിനക്ക് കൊണ്ട് തന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്ക് അഞ്ജന പറയും,
പറയാ അത് ആ ചായക്കടക്കാരി എന്നെ തല്ലി. അപ്പൊ ഭവാനി പറയണം, നിന്നെ തല്ലിയെങ്കിൽ നീ തിരിച്ച് തല്ലണമായിരുന്നു. ഇന്നലെ നിന്റെ ബോധം പോയതിനു ശേഷം മുത്തശ്ശിയും മാധവനും സംഗീതയും എല്ലാം അത് കണ്ടോണ്ട് വന്നു. അജയ് ആയിട്ടുള്ള നിന്റെ വിവാഹം റദ്ദാക്കി, അത് നീ അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്ക് അഞ്ജന പറയണം, അമ്മേ സംഭവിച്ചു പോയി, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക? ആ ഭവാനി പറയാണ്, ഈ വീടിനോടാണ് നീ യുദ്ധം ചെയ്യേണ്ടത്, അല്ലാതെ ആ ഭൂമിയോടല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. അപ്പോഴത്തേക്ക് അഞ്ജന പറയണം, അമ്മ ഇത് നടക്കണം, അമ്മ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം, എനിക്ക് അജയ്യെ എൻ്റെ കാൽ ചുവട്ടിലിട്ട് അരയ്ക്കണം അമ്മേ എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് ഭവാനി പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, നീ പോയി കുളിച്ച് റെഡിയായിട്ട് വാ, ഒരു സ്ഥലം വരെ പോകണം. എവിടെ? അത് ഞാൻ പറയാം, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, നീ പോയിട്ട് വാ എന്നിങ്ങനെ പറയാ. എന്നിട്ട് ഇങ്ങനെ ഭവാനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, എന്താ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിന്റെ കഥ എന്താണെന്ന് അറിയണ്ടേ? നാളത്തെ എപ്പിസോഡിന്റെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ പ്രൊമോ ഡീകോഡിങ്ങും പ്രൊമോ റിവ്യൂ അറിയണം. അപ്പൊ അതെല്ലാം നമ്മുടെ മൂളറ്റ് മീഡിയ പ്രൈം എന്ന് പറയുന്ന ചാനലിലാണ് ഉള്ളത്. നിങ്ങൾ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക, അവിടെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീരുമ്പോഴത്തേക്കും അതവിടെ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.